കേരളത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപം നടത്താൻ കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും വ്യക്തമാക്കി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രഖ്യാപനം. റോഡ് വികസനമടക്കമുള്ള അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടനടി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. I am very happy to announce some new project for Kerala by taking the chance of this conference. The most important thing, the Kerala infrastructure. The road infrastructure is very important. We have 31 upcoming projects of length 896 kilometers costing 50,000 crore. I am today declaring the all details of this project. One is 4 laning of Palakkad, Kozhikode, strength of NH 966, 5 packages. Palakkad, Mallapuram, Kozhikode district, length 120 km and cost is 10,814 rupees. All 5 packages are under bidding stage. Within 3 months, we will start the work of this project. This is one of the important road costing 10,814 crore. 896 കിലോമീറ്റർ ദൈർഘ്യമുള്ള 31 പുതിയ പദ്ധതികളാണ് ഇതിലുള്ളത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 4 വരിയാക്കലിന് 10,814 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് 120 കിലോമീറ്ററാണ് ദൈർഘ്യം. 3 മാസത്തിനകം ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കി. ദേശീയപാത 544 അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കാനായി 6,500 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. 6 മാസത്തിനകം ഇതിന്റെ പ്രവൃത്തിയും ആരംഭിക്കും. 62.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി 5,000 കോടി രൂപയും കൊല്ലം ജില്ലയിലെ റോഡ് വികസനത്തിന് 300 കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പാതയിൽ കൊല്ലം ജില്ലയിൽ 38.6 കിലോമീറ്ററാണ് ഉള്ളത്. ഇതിന്റെ പ്രവൃത്തിയും 5 മാസത്തിനകം ആരംഭിക്കും. കേരളത്തിൽ നിക്ഷേപം നടത്താൻ കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും അറിയിച്ചു. I have come to express the central government's solidarity and full support to Invest Kerala. Prime Minister Narendra Modi, ever since he first started the state-level investment summits, Vibrant Gujarat in Gujarat used to be an annual event and it was done biannually, was really a trendsetter which started the engagement of the center, state and all arms of the government working together as a team to promote investments, to promote the economy, manufacturing, tourism, all elements of growth. And I must say, I'm indeed delighted that today the entire country is working with the spirit of cooperative federalism. We are working with the spirit of collaboration. And of course, there must be some competition also. ഇന്നും നാളെയുമായി കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി അടക്കമുള്ളവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം 3000-ഓളം പേരാണ് പങ്കെടുക്കുന്നത്. 30 സെഷനുകൾ ഉച്ചകോടിയിൽ ഉണ്ടാകും. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘവും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. UGC